പാഠം പഠിച്ചെന്തെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ഉം. എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഞാൻ അങ്ങനെ ഒരാളാണ്. എനിക്കൊരു കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? നമസ്കാരം. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കിച്ചുവിന്റെ ഒരു ഇന്റർവ്യൂ കാണുന്നുണ്ട് കേട്ടോ. മച്ച് ആൻഡ് വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് വന്നതാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കേൾക്കാം. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം രേണു സുധി ആണെങ്കിൽ ഓപ്പോസിറ്റ് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് കേട്ടോ. കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? സത്യം പറഞ്ഞാല് ഒരാളും സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ വാക്കുകൾ പറയുന്നത്. കിച്ചു രേണുവിന് ഗർഭം ഉണ്ടാക്കിയോ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ രേണു സുധിയുടെ ഒരു ചിരി കാണാം. ഏതെങ്കിലും ഒരു അമ്മയായിട്ടുള്ള ഒരു വ്യക്തി കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണോ? എന്റെ ചോദ്യം അതാണ് കേട്ടോ. അപ്പം വളർത്തു മകനാണ് എന്ന് 100 തവണ 1000 തവണ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു വാക്ക് കേട്ടപ്പം അത് എന്തായാലും ആങ്കർ സ്വന്തമായിട്ട് പറഞ്ഞതായിരിക്കത്തില്ല. ആങ്കറിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അത്രയും ആ ഒരു ലെവലിലേക്ക് വന്നത്. എന്തായാലും നമുക്ക് മച്ചാൻ വ്ളോഗ്സിലെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. അച്ഛൻ ഉണ്ടായിരുന്ന ടൈമില് മോന്റെ ആഗ്രഹം എന്തായിരുന്നു? എന്താവണം? ഒരു ആഗ്രഹവും ഇല്ല. കാരണം വേണ്ടല്ല, എനിക്ക് അപ്പാപ്പ കിട്ടുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഒരു ആഗ്രഹം ഒരു സംഭവം ഇല്ലായിരുന്നു. എല്ലാത്തിനും ഭയങ്കരമായിട്ടൊരു സപ്പോർട്ടറായിട്ട് ഒരാളുണ്ട്. ഒന്നിനും പേടിക്കേണ്ട ഒരു കാര്യത്തിനും ആ ഒരു ഇതുണ്ടായിരുന്നു. പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ആ ഒരു കംഫർട്ട് സോൺ വിട്ടതിന് ശേഷമാണ് സത്യത്തില് കിച്ചു ആയി മാറിയത് അല്ലേ? ഇതുവരെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഇരുന്നു, ഒന്നും ചിന്തിക്കാതെ അതിന്റെ അപ്പുറം എന്താണെന്നൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ. അത് ശരിയാണ് കിച്ചു പറഞ്ഞത്. നമ്മുടെ കൂടെ ഒരാള് നമ്മുടെ സപ്പോർട്ടായിട്ടുള്ള ആളൊരു നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാവുന്നത്. ആ ഒരു നഷ്ടപ്പെടൽ ഇപ്പം കിച്ചു നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം ചുറ്റും നോക്കിയാല് സ്നേഹം എന്ന് പറഞ്ഞ് നടിച്ച് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു ആൾക്കാര് അച്ഛൻ ഉണ്ടായിരുന്ന സമയത്തും ഇല്ലാത്ത സമയത്തും കാണിച്ച 2 തരത്തിലുള്ള കാര്യങ്ങളാണ് കിച്ചു കഴിഞ്ഞ നാളുകളിലുള്ള ഇന്റർവ്യൂസിലും അല്ലാണ്ട് സ്വന്തമായിട്ട് ഇട്ട വീഡിയോസിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിച്ചുവിനെ നന്നായിട്ട് ഉള്ളിൽ കൊണ്ടിട്ട് തന്നെയാണ് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കാത്ത കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എന്റെ പേര് കിച്ചു, 21 വയസ്സ്. ഇപ്പം കല്യാണം കഴിക്കാൻ വേണ്ടി ഇപ്പം പെട്ടെന്ന് അറിയപ്പെടണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞ പോലെ കൊല്ലം സുധിയുടെ മകനാണ്. ഇപ്പം വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ടീഷർട്ട് ബ്രാൻഡ് അതാണ് ഞാൻ എന്തോ ഒരു സാധനം പറയാനായിട്ട് ഇങ്ങനെ വെച്ചായിരുന്നു. ഒരു ക്ലോത്തിങ് ബ്രാൻഡൊക്കെ ആയിട്ട് ലുക്സി ബൈ കിച്ചു എന്നുള്ളൊരു ബ്രാൻഡൊക്കെ ആയിട്ട് ഇപ്പം മുന്നോട്ട് കൊണ്ടുവെക്കുന്നു. കിച്ചുവിന്റെ ലൈഫ് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ തുടങ്ങും എന്നൊക്കെ വിചാരിച്ചിരുന്നു? ഇല്ല. സമയം അച്ഛൻ ഉണ്ടായിരുന്ന ടൈമില് മോന്റെ ആഗ്രഹം എന്തായിരുന്നു? എന്താവണം? ഒരു ആഗ്രഹവും ഇല്ല. കാരണം വേണ്ടല്ല, എനിക്ക് അപ്പാപ്പ കിട്ടുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഒരു ആഗ്രഹം ഒരു സംഭവം ഇല്ലായിരുന്നു. എല്ലാത്തിനും ഭയങ്കരമായിട്ടൊരു സപ്പോർട്ടറായിട്ട് ഒരാളുണ്ട്. ഒന്നിനും പേടിക്കേണ്ട ഒരു കാര്യത്തിനും ആ ഒരു ഇതുണ്ടായിരുന്നു. പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ആ ഒരു കംഫർട്ട് സോൺ വിട്ടതിന് ശേഷമാണ് സത്യത്തില് കിച്ചു ആയി മാറിയത് അല്ലേ? ഇതുവരെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഇരുന്നു, ഒന്നും ചിന്തിക്കാതെ അതിന്റെ അപ്പുറം എന്താണെന്നൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ. ഒരു നെഗറ്റീവ് എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരെ പറ്റിയോ എൻ്റെ വളർത്തു മകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം, 6 വിഷമം തീർക്കട്ടെ എന്ന്. 6 വിഷമം രാഹുൽ ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. എന്തിനാണ് ഇനി ഇതിന്റെ ഇടയിൽ കമന്റ് വരട്ടെ? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അതിന്റെ പേര് എന്നെ തൂക്കിക്കൊല്ലുവാണ്, കൊല്ലട്ടെ എന്നേ കോടതി. തൂക്കിക്കൊല്ലട്ടെ. ഇങ്ങനെ ഒരു ജീവിതത്തിനെക്കാളും നല്ലത് അത് തന്നെയാ. നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള എന്തിനാ മോളെ തുറന്ന് സംസാരിക്കുക? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? കുഞ്ഞു കൊച്ചൊന്നും അല്ലായിരുന്നല്ലോ ഒരു 17-18 വയസ്സിലൊക്കെ. ഞാൻ അനുഭവിച്ചതും അവൻ്റെ അച്ഛനും അമ്മയും ആയിട്ടുള്ള ഞാൻ അനുഭവിക്കുന്നതും കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു. അന്ന് ഒരു പട്ടിണി കിട്ടട്ടില്ല ഇവനെ. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, സുധി ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ ഈ കുഞ്ഞിനെ ഞങ്ങൾ പട്ടിണി കിട്ടട്ടില്ല, പിള്ളേരെ. അതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ വന്നിട്ട് കുറെ വ്ളോഗർമാർക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൽ കൂടെ എന്തെങ്കിലും പൈസ കിട്ടുമായിരിക്കും. ഭയങ്കരമായിട്ട് അസൂയാണ്. ഒരു വ്യക്തി വളർന്നു പോകുന്നിട്ടില്ല. മറു സൈഡിൽ ഒരാൾ വന്നിട്ട് കുറ്റം പറച്ചിലോട് പറച്ചോ റീച്ചിന് വേണ്ടി തന്നെയാണ്, വേറൊന്നുമല്ല. കാരണം കിച്ചുവിനെ പറഞ്ഞാൽ എങ്ങനെ നോക്കിയാലും നല്ല റീച്ച് കിട്ടുമെന്ന് നല്ല ബോധ്യം ഉണ്ടായിട്ട് തന്നെയാണ് കിച്ചുവിനെ കുറിച്ചിട്ട് വീഡിയോസ് ഇടുന്നതും. ഈ ഒരു ലൈഫ് ലോങ് ടൈം പിടിച്ച് നിൽക്കണമെങ്കിൽ കിച്ചുവിനെ ഇട്ടാൽ മാത്രമേ അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് അറിയാം. കാരണം ഇപ്പൊ അവരെ കുറിച്ചിട്ട് ആരും വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. കാരണം വെച്ചാല് ഇങ്ങനെ ഒരു രീതിയിൽ ഇരിക്കുന്നു. ആ ഒരു സമയത്ത് ആരും ഒരു മനുഷ്യനും ഇടുന്നവർ കാണുമായിരിക്കും. എപ്പോഴും ഇട്ടതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം കിച്ചുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ കേൾക്കുന്നതിലൊക്കെ പരിധിയില്ലേ? ഞാൻ പറയുന്നത് കിച്ചുവിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഒക്കെ മോശമായിട്ടുള്ള രീതിയിൽ
ഇതുപോലെ പബ്ലിക്കിൽ വന്നിട്ട് റിയാക്ട് ചെയ്ത്, അതായത് റിയാക്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇന്റർവ്യൂസിൽ മോശമായിട്ടില്ല, അതിപ്പോ ആങ്കർ ആണെങ്കിലും ഈ ഒരു വ്യക്തി വളർത്തമ്മ എന്ന് പറയുന്നൊക്കെ ആണെങ്കിലും ഒക്കെ കേസ് കൊടുക്കുക. കാരണം വെച്ചാല് ഒരു മനുഷ്യൻ സഹിക്കുന്നതിൽ പരിധിയില്ലേ. അതൊരു ആൺകുട്ടി, കല്യാണപ്രായമായിട്ട് നിൽക്കുന്ന ഒരു ആൺകുട്ടിയെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ഈ ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് പടച്ചങ്ങ് വിടുകയാണ്. അച്ഛൻ ജീവിച്ചു വെച്ച ഒരു ലൈഫ്, അപ്പൊ ആ ഒരു ലൈഫിൽ നിന്ന് കിച്ചു ഇൻസ്പയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കിച്ചു മനസ്സിലാക്കിയ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മുടെ കാര്യം നോക്കി പോവുക, അതിനകത്ത് വേറൊരു ലൈഫിലോട്ട് ഇടപെടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ അവരുടെ കാര്യങ്ങൾ ഇടപെടാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അങ്ങ് പോകണം. ഇതുപോലെ അഡ്വൈസ് ഒക്കെ തരുമായിരുന്നു? പറയും. ഇതിനെ പറ്റിയിട്ടാണോ പറയുന്നത്? ഞാൻ ആരെയും വിശ്വസിക്കല്ലേ, ഇങ്ങനെ പൊക്കോണം എന്നൊരു രീതിയിൽ പറയും. എപ്പോഴും നമ്മൾ മാത്രമേ കാണുള്ളൂ, ഈ കാണുന്നവരാരും കൂടെ കാണില്ല, സംഭവമൊക്കെ പറയപ്പോഴും. എല്ലാരും സുധിച്ചേട്ടനെ വെച്ചിട്ടാണ് മോനെ പറയുന്നത്. സുധിച്ചേട്ടന്റെ മകനാണെന്ന് നമ്മളോടൊപ്പം അങ്ങനെ അറിയാനാണോ ആഗ്രഹം? അതെ, ആണ്. കൊല്ലം സുധിയുടെ മകനെന്ന് അറിയാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോ കുറെ നേരമായി അച്ഛൻ കാരണം നമുക്ക് മെയിൻ നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തിയെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും പോഡ്കാസ്റ്റിലൂടെ അറിയാനും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇനി നമുക്ക് കിച്ചുവിലേക്ക് വരാം. കിച്ചുവിന്റെ ലൈഫ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കേട്ടറിഞ്ഞത് വെച്ചിട്ട് ശരിക്കും ഇപ്പോ കിച്ചു ഞാൻ ചെയ്തതൊരു തെറ്റായിപ്പോയി, എനിക്കത് ശരിയാക്കിയാൽ കൊള്ളാം എന്ന് തോന്നുന്ന വല്ല കാര്യം വല്ല ഉണ്ടോ? ഇപ്പൊ പറഞ്ഞില്ല, ആ വഴക്കുണ്ടായത് ഒരു ഭയങ്കരമായിട്ടൊരു അച്ഛനുമായിട്ടല്ല, അല്ലാതെ ഇപ്പൊ നോക്കുകയാണെങ്കിലും എല്ലാം ഈ ഇപ്പം വ്ളോഗിങ് തുടങ്ങിയത് എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എടുത്ത് ചില സമയത്ത് തോന്നും ഇതൊന്നും വേണ്ടായിരുന്നു, വെറുതെ ആ ഒരു സംഭവം തോന്നിയിട്ടുണ്ട്. ഈ ഇതൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ നടക്കില്ലായിരുന്നു. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കോൺട്രവേഴ്സി ഉണ്ടായപ്പോഴേ ശരിക്കും ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോ എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് വരാറുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞു പോയത് പിന്നെ അത് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണ്. ഇത്ര ടൈമിൽ നമുക്ക് കാണുള്ളൂ. അത് കൺട്രോൾ ചെയ്താൽ മതി. അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ അത് മാനേജ് ചെയ്യുന്നത്. അതെ. ഞാൻ ഈ പറയുന്നതാണെങ്കിൽ ചില വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണും. അപ്പൊ എനിക്കും ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ഒക്കെ ആവും. കാണുമ്പോഴും വിഷമം വരും ചില വീഡിയോ കാണുമ്പോൾ. അത് കുറച്ചു നേരത്തേക്ക് ആ വിഷമം കൊണ്ട് അതങ്ങ് ഫീൽ ചെയ്തങ്ങ് തീർക്കുക. അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും തെറിവിളിയാണ് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഫുൾ തെറിവിളിയാണ്. പോസ്റ്റ് ഇട്ടാലും വീഡിയോ ഇട്ടാലും മൊത്തത്തിൽ തെറിവിളിയാണ്. ഇവരെയൊക്കെ കുറിച്ചിട്ടാല് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തിടുന്നതേ, അവരെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇല്ലാത്ത ഒരു കാര്യമല്ല. അവർ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വന്നെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പൊതുവായിട്ട് എടുത്തിടുന്നത്. അതുപോലും ഭയങ്കര ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്തായാലും പറയുന്നവർ പറയട്ടെ. നെഗറ്റീവ് പറയുന്നവരും കാണും, പോസിറ്റീവ് പറയുന്നവരും കാണും. പിന്നെ പോസിറ്റീവ് പറയുന്നവരിൽ ഈ ഒരു വിഷയത്തിൽ കുറച്ച് ആൾക്കാരെ ഉള്ളത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ്. നെഗറ്റീവ് പറയുന്നത് കുറച്ച് എന്താ പറയുക, തെറ്റിൽ കൂടെ ചേർന്ന് നിന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ആ ഒരു തെറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. അതും നമ്മൾ കമന്റ് വായിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും കിച്ചു വളർന്നു പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു പേടി ഉള്ളിൽ കാണുമായിരിക്കാം. കാരണം കിച്ചു ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൊഫൈലിൽ നിൽക്കാനുള്ള ഒരു വ്യക്തി. അതൊന്നും അല്ലാണ്ട് ഇപ്പൊ ആ ഒരു പ്രൊഫൈലിൽ നിന്നിട്ട് തന്നെയാണ് ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് വേറൊന്നും പറയില്ല. എന്തായാലും കിച്ചു നല്ല രീതിയിൽ ഉയർച്ചയിൽ എത്തട്ടെ എന്ന് നമുക്ക് പറഞ്ഞ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പുതിയ വീഡിയോ ഇട്ട് വരാം. അതുവരെ തരാം.